प्यारे बच्चों साहब ऑनलाइन हिंदी क्लास में सबका स्वागत करता हूँ. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും ഇങ്ങനെ തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മക്കളും നോക്കിക്കോളൂ. യെസ്, എന്താണ് ആ ചോദ്യം? आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. അല്ലെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ആപ്കെ സ്കൂൾ മേ, താങ്കളുടെ സ്കൂളിൽ അല്ലെ, താങ്കളുടെ സ്കൂളിൽ അല്ലെ, സ്കൂളിൽ എന്ത് നടത്തുന്നുണ്ട് നിങ്ങൾ? ഹിന്ദി ക്ലബ്, ഹിന്ദി ക്ലബിന്റെ കീഴിൽ. അപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹിന്ദി ക്ലബിന് പേരൊക്കെ ഉണ്ടാവില്ല അല്ലെ, ഹിന്ദി ക്ലബിന് ഒരു പേരൊക്കെ ഉണ്ടാവില്ല. ആ പേരൊക്കെ ഒന്ന് ഇങ്ങനെ മനസ്സ് കൊണ്ടുവന്നേ. യെസ്, ഓക്കെ, അത് നിങ്ങൾ കൊണ്ടുവന്നു. നേതൃത്വത്തിൽ അഥവാ കീഴിൽ, നേതൃത്വത്തിൽ അഥവാ കീഴിൽ, അതായത് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഹിന്ദി ക്ലബ് ഉണ്ടാവും. അതിന്റെ കീഴിൽ നമ്മൾ നമ്മുടെ പാഠഭാഗത്ത് പഠിച്ച ജന്നത്ത് കെ ബച്ച്, സ്വർഗത്തിലെ മക്കൾ എന്നുള്ള എന്ന് പേരുള്ള അല്ലെ, എന്ന് പേരുള്ള എന്തായിരുന്നു അത്? ജന്നത്ത് കെ ബച്ച് എന്ന് പറഞ്ഞത് എന്താണ്? യെസ്, ഇറാനി ഫിലിം ആണ് അല്ലെ, ഇറാനി ഫിലിം, ഇറാനി ചലച്ചിത്രം അഥവാ ഇറാനി സിനിമ അല്ലെ. ഇതിന്റെ എന്തുണ്ട് എന്നാണ് പറഞ്ഞത്? പ്രദർശൻ, ഒരു പ്രദർശനം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിന്റെ കീഴിൽ നമ്മളുടെ പാഠഭാഗത്തിൽ പഠിച്ച ഇറാനി ചലച്ചിത്രത്തിന്റെ ജന്നത്ത് കെ ബച്ച് എന്നുള്ളതിന്റെ ഒരു പ്രദർശനം നിങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പോവാം അല്ലെ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, മറ്റുള്ളവരൊക്കെ അറിയിക്കും അല്ലെ, എല്ലാവർക്കും ആ സന്ദേശം എത്തിക്കും. അതിനു വേണ്ടി നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇസ്കി സൂചന ദേത്തെ ഹുയി, ഈ നടത്തുന്ന സിനിമാ പ്രദർശനത്തിന്റെ സൂചന നൽകിക്കൊണ്ട് നിങ്ങളോട് എന്ത് തയ്യാറാക്കാനാണ് മക്കളെ പറഞ്ഞത്? ഒരു പോസ്റ്റർ പോസ്റ്റർ തയ്യാറാക്കണം. അപ്പൊ നാളത്തെ പരീക്ഷയിൽ എന്തായാലും ഒരു പോസ്റ്റർ ചോദിക്കും. അത് എത്തരത്തിൽ എഴുതാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിലിമുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതാം എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത്. സിമ്പിളാണ്, ലളിതാണ്. എന്റെ മക്കൾ ശ്രദ്ധയോടുകൂടി നോക്കിക്കോ. അപ്പൊ നമ്മളൊരു പോസ്റ്റർ വരക്കുമ്പോ 4 സൈഡും നല്ല വൃത്തിയിൽ ഒരു കള്ളിയാക്കി വരക്കുന്നു. ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുമ്പോ പോസ്റ്ററിന്റെ അടിസ്ഥാനം എന്താ? 4 ഭാഗം എന്ത് ചെയ്യുക? നല്ല സ്കെയിലൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നല്ല വൃത്തിയിൽ ഒരു കള്ളിയൊക്കെ ആക്കി വരക്കുന്നു അല്ലെ. നമ്മൾ ആ പോസ്റ്റർ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കണ്ടോ, നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നോ? യെസ്, അത്തരത്തിൽ ചെയ്തു. ഇനി നിങ്ങൾ എന്താണ് നമുക്ക് തന്ന വിഷയം? എന്താണ് നമുക്ക് തന്നത്? അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അപ്പൊ നമുക്കുള്ള വിഷയം എന്താ? ഫിലിം പ്രദർശനാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിന്റെ കീഴിൽ നടത്തുന്നത്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നു. കണ്ടോ, ഫിലിം പ്രദർശൻ. അപ്പൊ നമ്മൾ നടത്തുന്ന, നമ്മുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിന്റെ കീഴിൽ നടത്തുന്ന പരിപാടി എന്താ? ഫിലിം പ്രദർശന. അപ്പൊ അത് സെറ്റ് അല്ലേ? അപ്പൊ ആദ്യം എന്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണോ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടത് പോസ്റ്ററിലെ, അപ്പൊ ആ വിഷയമാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അത് ഇവിടെ ഫിലിം പ്രദർശനാണ് അല്ലെ, ചലച്ചിത്ര പ്രദർശനാണ്. അത് നമ്മൾ ഫസ്റ്റ് കൊടുത്തു. ഇനി എന്തിന്റെ ചലച്ചിത്രം, ഏത് ചലച്ചിത്ര പ്രദർശനാണ്? അത് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ പഠിച്ച ജന്നത്ത് കെ ബച്ച് എന്നുള്ള പാഠഭാഗത്തിൽ പറഞ്ഞ സിനിമയുടെ പ്രദർശനം. അപ്പൊ അത് നമ്മൾ രണ്ടാമതായി കൊടുക്കുന്നു. സെറ്റല്ലേ? അതും നമ്മൾ സെറ്റാക്കി. അപ്പൊ ഈ സിനിമ ആരുടേതാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി കൊടുക്കുന്നത്. അതും മാജിദ് മജീദി എന്ന് പറയുന്ന ഒരാളാണ് ഈ സിനിമ, ഈ ഒരു പാഠഭാഗം നമുക്ക് എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂന്നാമതായിട്ട് കൊടുക്കുന്നത്. അതും നമ്മൾ സെറ്റാക്കി. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത്, അപ്പൊ ഈ നോട്ടീസ് വായിക്കുമ്പോൾ ഫിലിം പ്രദർശനാണ്, അത് ജന്നത്ത് കെ ബച്ചയാണ്, മാജിദ് മജീദിയുടേതാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന ആൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഇതിന്റെ ഡേറ്റ്, ടൈം, സ്ഥലം ഇത് നമ്മൾ കൊടുക്കേണ്ട, എന്നാലല്ലേ അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഒരു ഡേറ്റ് കൊടുക്കുന്നു. അത് ഏത് ഡേറ്റ് ആണ്? നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കൊടുക്കാം. ഏതാണ് ആ ഡേറ്റ്? യെസ്, ശ്രദ്ധിച്ചോ എന്റെ മക്കൾ, ശ്രദ്ധിച്ചോ. നമ്മൾ കൊടുക്കുന്നു 24 ഡിസംബർ 2024. അപ്പൊ നമ്മൾ 24 ഡിസംബർ ആയി. നിങ്ങൾക്ക് മറ്റ് ഏത് ഡേറ്റും കൊടുക്കാം. അത് നമ്മൾ പ്രത്യേകം ചോദ്യത്തിൽ മെൻഷൻ ചെയ്യാറില്ല. അപ്പൊ നമ്മളൊരു ഡേറ്റ് കൊടുത്തു അല്ലെ. ഇനി സമയം കൊടുക്കേണ്ട ആൾക്കാർക്ക് ആ സമയത്ത് എത്തിപ്പെടണ്ടേ. അപ്പൊ സുബ് 11 ബജെ, അതായത് രാവിലെ 11 മണി അല്ലെ. സുബ് അല്ലെ, രാവിലെ എത്ര മണിയാടാ? 11 മണിക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിലിം പ്രദർശനം ആരംഭിക്കുന്നത്. അതും നമ്മൾ എഴുതി സെറ്റാക്കി. ഇനി നമുക്ക് നോക്കാം എവിടെയാണ് സ്ഥലം. നമ്മുടെ സ്കൂളിലെ ഹിന്ദി ക്ലബിന്റെ കീഴിൽ. അപ്പൊ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തേക്കാരം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് സ്കൂൾ സഭാഗ്രഹേ, അതായത് സ്കൂൾ ഓഡിറ്റോറിയം അല്ലെ. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ പരിപാടി.
അല്ലെ? അതായത് ഫിലിം പ്രദർശനം എവിടെ നടത്തുന്നത്? സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ സ്കൂൾ ഏതാണോ, നിങ്ങൾ ഏത് സ്കൂളിലാണോ ആ സ്കൂളിന്റെ പേര് കൊടുക്കുന്നു. ആപ്കെ സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ പേര് എഴുതിയാൽ മതി. അപ്പൊ GUP സ്കൂൾ അല്ലെ, മാഷ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ സൈൽ എന്നാണ് കൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ സ്കൂളിന്റെ പേരാക്കി കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ എഴുതാൻ കഴിയുന്നത്, ഏത് സ്കൂൾ അല്ലെങ്കിൽ GUP സ്കൂളിൽ നിന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ, സ്കൂളിന്റെ പേര് ഏതാ? GUP സ്കൂൾ എഴുതി കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിന്റെ പേര് അതിൽ കൂടെ ചേർത്ത് കൊടുത്താൽ അടിപൊളിയായി എന്നുള്ളതാണ്. പിന്നെ അവസാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു പോസ്റ്ററിന്റെയും അവസാനം സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്കാ സ്വാഗത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആർ വെൽക്കം അല്ലെ? അതിനാണ് നമ്മൾ ഹിന്ദിയിൽ സബ്കാ സ്വാഗത്, ഓൾ ആർ വെൽക്കം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എന്റെ മക്കൾ ഒരു പോസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് 4 മാർക്കായിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ 4 മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ എന്റെ മക്കൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, എന്താണോ നമ്മൾ പോസ്റ്ററിലൂടെ മറ്റൊരാളെ അറിയിക്കുന്നത്, മറ്റുള്ളവരെ അറിയിക്കുന്നത്, ആ വിഷയം ഇവിടെ ഫിലിം പ്രദർശനം ആയതുകൊണ്ട് അത് നമ്മൾ കൊടുക്കുന്നു. പിന്നെ എന്താണോ, ഏത് ഫിലിമുമായി ബന്ധപ്പെട്ടതാണോ, ജന്നത്ത് കെ ബച്ചയാണ്, അതുകൊണ്ട് അത് കൊടുക്കുന്നു. പിന്നെ അത് ആരുടേതാണ്? മാജിദ് മജീദിയുടേതാണ് എന്ന് നമ്മൾ കൊടുക്കുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ്, ടൈം, സ്ഥലം എന്നിവ നമ്മൾ കൊടുക്കുന്നു. അത് ഏത് സ്ഥലമാണ് നമ്മളെ സ്കൂളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പേര് എഴുതുന്നു. ഏതൊരു പോസ്റ്ററിന്റെ അവസാനവും സബ്കാ സ്വാഗത്, ഓൾ ആർ വെൽക്കം എന്നുള്ളതും കൂടി നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പോസ്റ്റർ പരിപൂർണമായി ഈ പോസ്റ്ററിന്റെ മുഴുവൻ മാർക്കും എന്റെ മക്കൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നാളത്തെ പരീക്ഷയിൽ നിങ്ങളോട് ഒരു പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ എന്റെ മക്കൾ ഈ ഹിൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എഴുതൂല. അപ്പൊ പോസ്റ്ററിന്റെ മാർക്ക് മുഴുവൻ നേടുന്ന എന്നുള്ള മക്കളൊക്കെ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യടാ. എളുപ്പത്തിൽ നമുക്ക് സെറ്റ് ആക്കാം. എല്ലാ മക്കളും അടിപൊളിയായിരിക്കട്ടെ. എല്ലാ മക്കളും എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റുകളൊക്കെ, പോസ്റ്ററൊക്കെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എഴുതും എന്നുള്ള ആ ഒരു വിശ്വാസം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ ബൈ.